ഇത് ഞങ്ങളുടെ ലിസയാണ്. ഇവക്കൊരു ജനറ്റിക്കൽ പ്രശ്നം പറഞ്ഞിരുന്നു. അപ്പോൾ കാലൊക്കെ ബെൻഡായിപ്പോയി. കാൽസ്യം കൂടിയതാണ്. നല്ല ഹെൽത്തിയായ ഒരു കുഞ്ഞായിരുന്നു. അവൾക്ക് കാൽസ്യം കൊടുത്ത് കാല് ബെൻഡായി പോവുകയാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ 4 മാസമായിട്ടിപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളിന് നടക്കാൻ മേലായിരുന്നു. ബാക്ക് കാലിങ്ങനെ വലിച്ച് നടു പൊക്കാൻ പാടില്ലാത്ത രീതിയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഫുൾ ടൈം കിടപ്പായിരുന്നു. ഇപ്പോൾ ആൾ ആക്റ്റീവായി, ആൾ ഏറ്റ് നടക്കാൻ തുടങ്ങി. ഫ്രണ്ട് കാലൊക്കെ ബെൻഡൊക്കെ മാറി അത് ഓക്കെ ആയിരിക്കുകയാണ്. ബാക്ക് കാല് ഇങ്ങനെ കുത്തുമ്പോഴത്തേക്ക് ചെറിയ ഒരിങ്ങനെ തിരിച്ചെടുക്കും പോലത്തെ ഒരു ഇതിലാണ് ആൾ നടക്കുന്നത്. അതും പൂർണ്ണമായിട്ട് മാറും എന്നുള്ള ഒരു കണ്ടീഷൻ. അതേ കണ്ടോ, ഇവിടെ നടക്കുന്നുണ്ടോ? കാലൊക്കെ ഓക്കെ ആയിരിക്കുന്നു. കാലും ബാക്കിലെ കാലൊക്കെ ഒരു 75% നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞ് ഇപ്പോൾ കളിക്കും. ജില്ലേ സാ കാമാ ബാബാ ബാബാ ഓടിവാ. കണ്ടോ, ഓടി കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഫിസിയോതെറാപ്പിയിലൂടെ നമുക്കിങ്ങനെ ജനറ്റിക്കൽ പ്രോബ്ലം വരുന്ന ഡോഗ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ലത്, മെഡിസിനെ കഴിഞ്ഞ് നല്ലത് ഫിസിയോതെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് ഡോഗ്സുകൾ വരും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എടേ നിങ്ങളുടെ ഡോഗ്സിന് ഇങ്ങനെ ഉണ്ടെങ്കിൽ കൊച്ചിലെ തൊട്ട് 3 മാസം ആകുമ്പോഴത്തേക്കാണ് ഇവൻ്റെ ലക്ഷണം കാണിക്കുന്നത്. നമ്മുടെ ഡോഗ്സിന് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഫാൾട്ട് കണ്ട പെട്ടെന്ന് തന്നെ ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കുക. നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ചെയ്ത് അതിലേക്ക് വരികയും ചെയ്യും. മെഡിസിനെ കഴിഞ്ഞും ഏറ്റവും ബെസ്റ്റ് തന്നെ ഫിസിയോതെറാപ്പിയാണ്.